നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജസ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് മാറിപ്പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിൽ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ തിരികെ അവരുടെ ലൈഫിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് ആ പഴയ രീതിയിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് പല ശ്രമങ്ങളും ആ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നടത്തുകയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. കുറച്ച് പേർക്കെങ്കിലും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ്. എന്നാൽ ചില ആൾക്കാർക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടാത്തതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആ വ്യക്തിക്ക് ലഭിച്ചതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു മാരീഡ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. അത് വളരെ അധികം പേർക്കും ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം ജേണി ആണ് എന്ന് കാണുന്നുണ്ട്. അതുവഴിയുള്ളൊരു സെപ്പറേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ, മേ ബി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതുമല്ലെങ്കിൽ അവരുടെ ഒരു മദർ ഫിഗർ, അതായത് വീട്ടിലെ പാരൻസിൻ്റെ എതിർപ്പ്, അത്തരം വളരെ ആ വ്യക്തിയെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തവണ്ണം ഒപ്പോസ് ചെയ്യുന്ന എനർജി ആ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത്തരം ഒരു സിറ്റുവേഷൻ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്റ്റിലായത് എന്നുള്ള ഒരു കാര്യം ആ വ്യക്തി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് അത് നിങ്ങളോട് പറയാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലോട്ട് വരാനായിട്ട്. ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങളോട് പറയാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തി ഓടി ഒളിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് കൂടുതൽ സമയത്തും ഒരു ഇമോഷണൽ ഇംബാലൻസ് കാണുന്നു. അതായത് നിങ്ങൾ ചില സമയങ്ങളിൽ ഈ വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ തന്നെ ഈ ഒരു രീതിയിലായിരിക്കാം. നിങ്ങളും ഈ ഒരു സമയത്ത് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടാണ് കാണുന്നത്. പലതവണ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകണമെന്ന് തോന്നിയിട്ടും ഈ ഒരു സ്നേഹം, ഈ വ്യക്തിയോട് നിങ്ങൾക്കുള്ള ആ ഒരു മാനസിക അടുപ്പം നിങ്ങളെ തിരികെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. അത്രമാത്രം ഒരു ഡീപ്പായിട്ടുള്ള ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു തുടക്കം ഉണ്ടാവണമെന്നാണ് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്, പെയിൻഫുൾ സിറ്റുവേഷനിലാണ്, ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിലാണ് എന്നിവിടെ വ്യക്തമാവുന്നുണ്ട്. അതായത് ഈ വ്യക്തി ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ
നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷനിൽ വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി തികച്ചും ഒറ്റപ്പെട്ടതായിട്ടുള്ളൊരു ഫീലിംഗിലാണ്. മേ ബി കുറച്ച് പേർക്കെങ്കിലും ഇതൊരു നിങ്ങളുടെ ഫീലിംഗ് ആയിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിൽ ആർക്കോ ഒരാൾക്ക് വളരെയധികം കൂടുതലായിട്ടുണ്ട്. ഒരാൾക്ക് എന്നാൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ കുറവായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂ ആണ് നിങ്ങളെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഒരുപാടുണ്ട്. അത് ആ വ്യക്തി ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള അവസരങ്ങൾ ആ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഇനിയൊരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ പേരും ഇവിടെ ഒരു സ്പിരിച്വൽ ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഒരു സ്പിരിച്വൽ ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ വ്യക്തിയുടെ സാമീപ്യം ആഗ്രഹിച്ചിരുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ വളരെയധികം അവഗണിച്ചിട്ടുണ്ടാവാം. അത്തരം ഒരു അവഗണന നിങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നാൽ ആ വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ വ്യക്തിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ട് ആ വ്യക്തിക്ക്. പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് തന്നെ മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലായി. അതായത് ആ വ്യക്തി ഒരു സമയത്ത് റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ളൊരു പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത് കോണ്ടാക്റ്റിൽ വരാൻ കഴിയാത്തത് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് കൂടുതൽ പേരും. ചില ആൾക്കാർ നിങ്ങൾ ഈ സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട്. അവരുടെ ലൈഫിൽ മറ്റ് തീരുമാനങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് വളരെയധികം വെയിറ്റിങ്ങിലാണെന്നാണ് കാണുന്നത്.